അള്ളാനെ മറന്ന് ജീവിക്കുന്നവരെ, ഈ ദുനിയാവിലേക്കൊരു മനുഷ്യൻ വരുമ്പോ അള്ളാനെ മറക്കൂല, റബ്ബിനെ ഓർക്കാതെ ദുനിയാവിലേക്ക് വന്ന ചരിത്രമില്ല. അതുകൊണ്ടാണ് ഉമ്മമാരോട് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആദ്യത്തെ ഒരു വർഷക്കാലം, ഫസ്റ്റ് 1 ഇയർ, ആദ്യത്തെ ഒരു വർഷക്കാലം ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആ ആദ്യത്തെ ഒരു വർഷം കുഞ്ഞിനെ അടിക്കരുത്. കുഞ്ഞ് കരയുമ്പോ ഉമ്മ മാത്രല്ല ഉപ്പയും അടിക്കരുത്. അടിക്കാൻ തോന്നുവോ? കുഞ്ഞു പൈതല് ആദ്യത്തെ ഒരു വർഷം എത്ര കരഞ്ഞാലും അടിക്കൂല. എന്തേ അടിക്കാൻ മനസ്സ് വരാത്തത്? അല്ലാഹു നിന്റെ മനസ്സിന് അങ്ങനെയുള്ളൊരു മാനസികമായ സാഹചര്യം തന്നു. അതേ സമയത്ത് കുഞ്ഞു ഒരൽപ്പം വലുതാകുമ്പോ ചിലപ്പോ മിണ്ടാതിരിക്ക് എന്ന് പറയുമ്പോ ചിലപ്പോ മിണ്ടാതിരുന്നില്ലെങ്കിൽ ചിലപ്പോഴങ്ങ് ശകാരിക്കും. കാരണം അപ്പൊ മാനസികമായ സാഹചര്യം എങ്ങനെയാണ്. പക്ഷെ ആദ്യത്തെ ഒരു വർഷക്കാലം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ ഒരു വർഷക്കാലം ആ കുഞ്ഞ് കരയുമ്പോ ഒരു ഉമ്മയും ഒരു ഉപ്പയും ആ കുഞ്ഞിനെ അടിക്കാറില്ല. കാരണം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്, ലാ തദ്രിബൂ അത്ഫാലകും ഇൻദ ബുകാഇഹിം സനാ. ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളുടെ മക്കളെ കരയുന്ന സമയത്ത് അവരെ നിങ്ങൾ അടിക്കരുത്. എന്തേ കാരണം? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1 ഇയർ മീൻസ് 12 months. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ഈ 12 മാസങ്ങളിൽ ഈ ആദ്യമായി പ്രസവിക്കപ്പെട്ട കുഞ്ഞ് കരയുന്നതിന്റെ കാരണം എന്താണെന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ ഉമ്മമാർക്ക് സാമാന്യമായ ഒരു കമന്റ് ഉണ്ട്, കുഞ്ഞി കരയുമ്പോ മുലപ്പാൽ കൊടുക്കാനാണ് അല്ലെ, സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ചിന്തിക്കുക. വിശക്കുകയാണ്, ദാഹിക്കുകയാണ്, അപ്പൊ മുലപ്പാൽ വേണ്ടി വരും, അതുകൊണ്ടാ കരയുന്നത്. അല്ല ഉമ്മമാരെ, അതുമാത്രമല്ല, ചിലപ്പോ കൂട്ടത്തിൽ അതൊന്നുണ്ടാകാം. പക്ഷേ ഒരു വർഷക്കാലം, ആദ്യത്തെ ഒരു വർഷക്കാലം ഈ കുഞ്ഞ് കരയാനുള്ള കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 4 മാസം 4 അശ്ഹുരിൻ, ആദ്യത്തെ 4 മാസം കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞ് അള്ളാഹ്ക്ക് ചെല്ലുന്ന ദിക്റാ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ലേ? കുഞ്ഞിന്റെ ഭാഷയിൽ കുഞ്ഞിന്റെ കരച്ചില് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, ആദ്യത്തെ 4 മാസങ്ങളിൽ കുഞ്ഞ് കരയുമ്പോ നിങ്ങളെങ്കാലും അടിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയത് കൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് അടിക്കല്ല. ഇനി രണ്ടാമത്തെ 4 മാസം, ആ രണ്ടാമത്തെ 4 മാസങ്ങളിൽ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. അപ്പൊ രണ്ടാമത്തെ 4 മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ 4 മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതാണ്. അപ്പൊ ഒരു കുഞ്ഞ് രണ്ടാമത്തെ 4 മാസങ്ങളിൽ കരയുമ്പോ ആ കുഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത്, കരയുന്ന നേരത്ത് അടിച്ചാൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് കുഞ്ഞിനെ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് രണ്ടാമത്തെ 4 മാസങ്ങളിൽ അടിക്കല്ലേ. ഇനി മൂന്നാമത്തെ 4 മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം എന്താണ്? അദ്ദുആഉ ലിവാലിദൈഹി. ഉമ്മാക്ക് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും ഒരു കുഞ്ഞ് കണ്ണീരിറ്റിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. അതുകൊണ്ട് മൂന്നാമത്തെ 4 മാസങ്ങളിൽ ഒരു കുഞ്ഞ് കരയുമ്പോ ആ കുഞ്ഞിനെ നിങ്ങൾ അടിച്ചാൽ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ആ കുഞ്ഞ് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞതുകൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരൂ.
അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷക്കാലം കുഞ്ഞ് കരയുമ്പോൾ അടിക്കരുത്. ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണേ രക്ഷിതാക്കളെ. ദിക്ർ ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുട്ടി, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുട്ടി, ഉമ്മാക്കും ബാപ്പാക്കും പ്രാർത്ഥിച്ച് ദുനിയാവിലേക്ക് വന്ന കുട്ടി, ആ കുട്ടി വലുതാകുമ്പോ ദിക്ർ കൈവിടുന്നതെന്തിന്? സ്വലാത്തിന്റെ വിരോധിയാകുന്നതെങ്ങനെ? ഉമ്മാക്കും ഉപ്പാക്കും എതിരാകുന്നതെങ്ങനെ? അത് രക്ഷിതാക്കളുടെ തർബിയത്തിൽ വന്നു പോകുന്ന ഖുസൂറുകളാണ്, ന്യൂനതകളാണ്. അതുകൊണ്ട് മക്കളെ നന്നായി വളർത്താനുള്ള ശ്രമം കാണണം.